നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2021 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ഇന്ത്യയിലെ വിവിധ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും MBBSൻ്റെയും BDSൻ്റെയും B.Sc Nursingൻ്റെയും ചോയ്സ് ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. mcc.nic.in എന്ന വെബ്സൈറ്റിൽ ഫെബ്രുവരി 17 മുതൽ 21 വരെയാണ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരം. ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്കിതിനകത്ത് വന്നിരിക്കുന്ന നോട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യം നമുക്കറിയാം രജിസ്ട്രേഷൻ. ഒന്നാമത്തെ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രണ്ടാമത്തെ റൗണ്ടിൽ പുതിയതായി രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനുള്ള സമയം ആരംഭിച്ചിരിക്കുന്നു. പുതിയതായി വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത്തത് റീസെറ്റ് ഫെസിലിറ്റി. ഒന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് മേഖലകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമ്മളെ കേരളത്തിലെ അല്ലെങ്കിൽ വിവിധ സ്റ്റേറ്റുകളിലെയൊക്കെ മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ നോക്കിയപ്പോൾ നമുക്കത്ര താല്പര്യമുള്ളതില്ല. ഡീംഡ് കോളേജുകളിലും കൂടെ നമുക്ക് ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ റീസെറ്റ് ഫെസിലിറ്റി, രജിസ്ട്രേഷൻ്റെ അൺലോക്ക് ഫെസിലിറ്റി ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അൺലോക്ക് ചെയ്ത് ഡീംഡ് മെഡിക്കൽ കോളേജും കൂടെ വേണേൽ സെലക്ട് ചെയ്ത് ബാക്കിയുള്ള 2,50,000 രൂപ ഫീസാക്കി ബാക്കിയുള്ള തുക അടച്ച് ഡീംഡ് മെഡിക്കൽ കോളേജുകൾക്കും കൂടി വേണമെങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഇപ്പോൾ MCCയുടെ വെബ്സൈറ്റിൽ തുടങ്ങിയിരിക്കുന്നു. ഇനി തുടങ്ങാനുള്ളത് ചോയ്സ് ഫില്ലിംഗ് ആണ്. ചോയ്സ് ഫില്ലിംഗ് തുടങ്ങിയെന്ന് അറിയിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നു മുതൽ 21 വരെ ചോയ്സുകൾ നമുക്ക് കൊടുക്കാം. ചോയ്സുകൾ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് 21 വരെ അത് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരമുണ്ടായിരിക്കും. ലോക്കിംഗ് 21 അവസാനത്തെ ദിവസം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പിന്നീട് നമുക്ക് റീസെറ്റ് ചെയ്യാനാവില്ല. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ലോക്ക് ചെയ്തില്ലെങ്കിലും നമ്മൾ സേവ് ചെയ്ത ഓപ്ഷൻസ് ഭദ്രമായിട്ടിരിക്കും. അതനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാമത്തെ റൗണ്ടിൻ്റെ റിസൾട്ട് ഫെബ്രുവരി 26 പബ്ലിഷ് ചെയ്യുകയും നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 27 മുതൽ മാർച്ച് 5 ആ കോളേജിൽ നേരിട്ട് ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് ഫീസൊക്കെ അടച്ച് നമുക്ക് അഡ്മിഷൻ എടുത്ത് അവിടെ നമുക്ക് 2021-22 അധ്യയന വർഷത്തെ പഠനം ആരംഭിക്കുകയും തുടർന്നുള്ള 4.5 വർഷം ആ ക്യാമ്പസിൽ ചിലവഴിക്കുകയും ചെയ്യാം. ഏറ്റവും ഇടത് സൈഡിൽ വന്നിരിക്കുന്ന 2 നോട്ടീസുകൾ, ഒന്ന് വെർച്വൽ വേക്കൻസി ഇൻ റൗണ്ട് 2G. അതായത് വെർച്വൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ നിലവിലില്ല, ഓൾറെഡി വരാൻ പോകുന്ന വേക്കൻസിയാണ്. റൗണ്ട് 2 വരാൻ പോകുന്ന വേക്കൻസിയാണ്. അതായത് റൗണ്ട് 1 ഓപ്ഷൻ കൊടുത്തിരുന്നു, അലോട്ട്മെൻറ്റ് കിട്ടി, എല്ലാ സർട്ടിഫിക്കറ്റുകളും ആ കോളേജിൽ കൊടുത്ത് അഡ്മിഷൻ എടുത്ത കുട്ടികൾ വില്ലിങ്നെസ് യെസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വില്ലിങ്നെസ് യെസ് പറഞ്ഞവർക്ക് മറ്റു കോളേജുകളിലോട്ട് മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് വെർച്വൽ വേക്കൻസി എന്ന് പറയുന്നത്. അത് നിലവിൽ വേക്കൻസി അല്ല. അവർക്ക് ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ വെർച്വൽ വേക്കൻസി എഫക്റ്റിൽ വരികയുള്ളൂ. അപ്പോൾ ഈ വേക്കൻസികൾ നോക്കിയിട്ടല്ല നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞു, നമ്മൾ റൗണ്ട് 1 ചെയ്തതുപോലെ നമുക്ക് താല്പര്യമുള്ള മുഴുവൻ കോളേജുകളും നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഒരു കോളേജിൽ 2 സീറ്റ് അല്ലെ 4 സീറ്റ് വേക്കൻസി കൂടുതലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്ത് ആദ്യം വെക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ പ്രയോറിറ്റിയിൽ എവിടെയാണോ ആ കോളേജിൻ്റെ സ്ഥാനം അതും കൂടെ ഉൾക്കൊള്ളിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ വെർച്വൽ വേക്കൻസി എന്ന് പറയുന്നത് അവിടെ പോയി ചേർന്ന കുട്ടികൾ വില്ലിങ്നെസ് യെസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് രണ്ടാമത്തെ റൗണ്ടിൽ മറ്റൊരു കോളേജിലോട്ട് മാറ്റം കിട്ടിയാൽ ആ കോളേജിലെ ഒഴിവും ഈ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ നടത്തും. അതിനാണ് വെർച്വൽ വേക്കൻസി എന്ന് പറയുന്നത്. ബാക്കിയുള്ള 3 നോട്ടീസ് MBBSൻ്റെയും BDSൻ്റെയും B.Sc Nursingൻ്റെയും നിലവിലുള്ള വേക്കൻസിയാണ്. അതായത് റൗണ്ട് 1 അലോട്ട് ചെയ്യപ്പെട്ടിരുന്നു, പക്ഷേ കുട്ടികൾ കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്തില്ല, ഫ്രീ എക്സിറ്റ് ആയിരുന്നു. അത്രയും സീറ്റുകൾ ഇപ്പോൾ ഒഴിവ് കിടപ്പുണ്ട്. ആ സീറ്റുകൾ എത്രയുണ്ട്, റൗണ്ട് 1 അപേക്ഷിച്ച് റൗണ്ട് 2 എത്ര വേക്കൻസി ഉണ്ട് എന്ന് നമുക്കൊന്ന് എളുപ്പത്തിൽ നോക്കാം. ഇന്ത്യയിലെ ആകമാനമുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾ 269 ഗവൺമെൻറ് MBBS സീറ്റുകൾ. അതിൽ ജനറൽ വിഭാഗത്തിൽ റൗണ്ട് 1 2382 സീറ്റുകൾക്കാണ് ഓപ്ഷൻ ക്ഷണിച്ചിരുന്നതെങ്കിൽ 1716 പേരും ജോയിൻ ചെയ്തില്ല, ഫ്രീ എക്സിറ്റ് ആയിരുന്നു. 1716 സീറ്റുകളും വേക്കൻ്റാണ്. അതിലോട്ട് നമ്മൾ വീണ്ടും ഈ രണ്ടാമത്തെ റൗണ്ടിൽ അലോട്ട് നടത്തപ്പെടും. അതുപോലെ തന്നെ EWS വിഭാഗത്തിൽ 585 സീറ്റ് ഉണ്ടായിരുന്നതിൽ 423 സീറ്റും വേക്കൻ്റാണ്, ഫ്രീ എക്സിറ്റ് ആണ്. അത് അലോട്ട് ചെയ്യപ്പെട്ടിരുന്നു, കുട്ടികൾ അഡ്മിഷൻ ചെന്നെടുത്തിട്ടില്ല. OBC വിഭാഗത്തിൽ 1580 റൗണ്ട് 1 ആകെ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 1250 സീറ്റുകളും ഇപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുകയാണ്.
SC വിഭാഗത്തിൽ 877-ൽ 605 സീറ്റും ST വിഭാഗത്തിൽ 438-ൽ 202 സീറ്റുകളും റൗണ്ട് 2-ൽ ഫ്രീ ആണ്. മൊത്തം 6167 ഗവൺമെൻറ് MBBS സീറ്റിൽ 4196 ഗവൺമെൻറ് MBBS സീറ്റുകളും ഫ്രീ ആണ്. അങ്ങനെയാണെങ്കിൽ റൗണ്ട് 1-ലെ ലാസ്റ്റ് റാങ്ക് ജനറൽ വിഭാഗത്തിന് 13,900 ആയിരുന്നു. ഇത്രയും സീറ്റുകൾ വേക്കൻസി ഉണ്ടെങ്കിൽ റൗണ്ട് 2-ൽ അത് 25,000, 30,000, 40,000 ഒക്കെ ആകുമോ എന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടാകും. അത്രയും വരികയില്ല. കാരണം ഇത് അലോട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒന്നാമത്തെ റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കാത്ത സീറ്റുകളാണ്. മുഴുവൻ സീറ്റുകളും വേക്കൻസിയാണ്, പക്ഷേ അവിടെ അലോട്ട് ചെയ്യപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ആ കുട്ടികൾ വീണ്ടും ഓപ്ഷൻ കൊടുക്കും. അതുകൊണ്ട് വളരെ ഒരു വലിയ വ്യത്യാസം 14,000-ൽ നിന്നും 17,000, 18,000 വരെയൊക്കെ റൗണ്ട് 2-ൽ ജനറൽ വിഭാഗത്തിന്, OBC വിഭാഗത്തിന് 20,000-അടുത്തും ഒക്കെ എത്തിയേക്കാം. എന്നിരുന്നാൽ പോലും 20,000, 25,000, 30,000, 40,000 എത്ര ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഗവൺമെൻറ് സീറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിർബന്ധമായും മുഴുവൻ ഓപ്ഷൻസും നിങ്ങൾക്ക് പോകാവുന്ന ഏതൊക്കെ സ്റ്റേറ്റുകളിൽ നിങ്ങൾക്ക് ചെന്നെത്താൻ പറ്റുമോ അത്രയും ഓപ്ഷൻസ് റൗണ്ട് 2-ൽ കൊടുക്കണം. കാരണം ഈ വർഷം റൗണ്ട് 3 ഉണ്ട്. അപ്പോൾ റൗണ്ട് 2-ൽ നമ്മളൊരു കോളേജിൽ ചെന്നു, ബംഗാളിലായിരുന്നു, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ചേരാൻ പറ്റിയ സാധ്യത, അല്ലെങ്കിൽ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ മതി. ആ കോളേജിൽ ചെന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് വേറെ നഷ്ടമൊന്നും വരുന്നില്ല. രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. റൗണ്ട് 3-ൽ വീണ്ടും നമുക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് സീറ്റ് വേക്കൻസി ഉണ്ട്. വളരെ വലിയൊരു വ്യത്യാസം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ധാരാളം സീറ്റുകൾ ഏറ്റവും നല്ല കോളേജുകളിൽ ഉൾപ്പെടെ വേക്കൻസി ഉണ്ട്. അപ്പം 4,196 സീറ്റുകളും റൗണ്ട് 2-ൽ ഫില്ല് ചെയ്യപ്പെടും. ഇവിടെ ഇത് കൂടാതെ വെർച്വൽ വേക്കൻസി ഉണ്ട്. ഏതാണ്ട് 1,900-അടുത്ത് സീറ്റുകൾ ഇവിടെ ഇപ്പം ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും വെർച്വൽ വേക്കൻസിയാണ്. എന്ന് വെച്ചാൽ അവരും വില്ലിങ്നെസ് പറഞ്ഞിട്ടുണ്ട്. ആ സീറ്റിലോട്ടും ഈ റൗണ്ട് 2-ൽ അലോട്ട്മെൻറ്റ് നടക്കും. അപ്പോൾ മൊത്തത്തിൽ റൗണ്ട് 1-ലുള്ള സീറ്റിൻ്റെ അനുസരിച്ച് തന്നെ ഏതാണ്ട് റൗണ്ട് 2-ഉം നടക്കും. അതുകൊണ്ട് പ്രയോറിറ്റി ഓർഡർ വളരെ കൃത്യമായി കഴിഞ്ഞ വീഡിയോയുടെയും ഈ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കോളേജ് വൈസ്, ഓരോ ഗവൺമെൻറ് കോളേജിൽ ഇത്ര സൈറ്റ് കിട്ടിയെന്നല്ല, ഓരോ കോളേജിലും ഏത് റാങ്ക് വരെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ചോയ്സ് മാക്സിമം റൗണ്ട് 2-ൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഗവൺമെൻറ് ദന്തൽ മേഖലയിൽ മൊത്തത്തിൽ 42 കോളേജുകളിലായിട്ട് 476 സീറ്റിനാണ് റൗണ്ട് 1 നടന്നതെങ്കിൽ ഈ രണ്ടാമത്തെ റൗണ്ടിൽ അതിൽ 371 സീറ്റുകളും ഫ്രീ ആണ്. ഈ മൊത്തം ജനറൽ വിഭാഗത്തിൽ 187-ൽ 153 സീറ്റുകളും ഫ്രീ ആണ്. നമുക്കറിയാം BDS ആരും ഫസ്റ്റ് റൗണ്ടിൽ എടുക്കുകയില്ല, കാരണം അവർക്ക് സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടിലും ഒക്കെ വീണ്ടും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ദന്തൽ മേഖലയിലും ഏതാണ്ട് 3/4 സീറ്റുകളും ഫ്രീ ആണ്. റാങ്ക് കൂടുതൽ കേരളത്തിലൊക്കെ ഗവൺമെൻറ് BDS കിട്ടാൻ സാധ്യതയില്ല എങ്കിൽ റൗണ്ട് 2-ൽ ഉറപ്പായിട്ടും നിങ്ങൾ മാക്സിമം ചോയ്സുകൾ, എത്രത്തോളം ചോയ്സുകൾ കൊടുക്കാവോ അത്രത്തോളം ചോയ്സുകൾ കൊടുക്കാം. പക്ഷേ BDS കിട്ടിയാൽ നിങ്ങൾക്ക് റൗണ്ട് 3-ലോ 4-ലോ MBBS കിട്ടുമായിരുന്നതിനെയും ബാധിക്കും. അതുകൊണ്ട് BDS കിട്ടും, അത് പോകുമെന്ന് ഉറപ്പുള്ളവരെ BDS കൊടുക്കുകയും ആ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാവുള്ളൂ. അവിടെ പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ MBBSന് പരിഗണിക്കുകയില്ല. BDS കിട്ടി നിങ്ങൾ ആ കോളേജ് എടുത്തില്ല എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തേർഡ് റൗണ്ടിൽ വീണ്ടും MBBSും BDSൻ്റെയും റിമൈനിങ് വേക്കൻസി സീറ്റുകൾ ഫില്ല് ചെയ്യാൻ അവസരം ലഭിക്കും. റൗണ്ട് 1-ൽ ഏറ്റവും അവസാനം വന്ന മധുര AIIMS ഉൾപ്പെടെ 20 AIIMS മെഡിക്കൽ കോളേജിലോട്ടാണ് ഏതാണ്ട് 1,987 സീറ്റുകൾക്ക് വേണ്ടിയിട്ട് അലോട്ട്മെൻറ്റ് നടന്നത്. നമുക്കറിയാം അതിൽ 531 സീറ്റുകളാണ് രണ്ടാമത്തെ റൗണ്ടിൽ വേക്കൻസി ആയിട്ടുള്ളത്. AIIMS ഡൽഹി നമുക്കറിയാം OBC വിഭാഗത്തിൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ സീറ്റുകളും ഫില്ലാണ്. അങ്ങനെ ബാക്കി AIIMS ഭുവനേശ്വറിൽ 2 സീറ്റുകൾ, ജനറൽ വിഭാഗത്തിൽ ഭോപ്പാലിൽ സീറ്റുകൾ, അങ്ങനെ ഓരോ AIIMSലെയും ജനറൽ വിഭാഗത്തിൽ 213 സീറ്റുകൾ ഇപ്പോഴും വേക്കൻസി ഉണ്ട്. 5,600 വരെ AIIMSൽ ലാസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ ഈ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ അത് 7,000-ഓ 8,000-ഓ വരെ ആയേക്കാം. അപ്പം AIIMSന് സാധ്യതയുള്ള കുട്ടികളെല്ലാം മാക്സിമം AIIMSൻ്റെ ഓപ്ഷൻ ഉൾക്കൊള്ളിക്കുന്നത് വളരെ നല്ലതാണ്. 769-ൽ 213 സീറ്റും വേക്കൻ്റ് ആണ്. 769-ൽ വെർച്വൽ വേക്കൻസിയും ധാരാളമുണ്ട്. 188 TW സീറ്റിൽ 40 സീറ്റുകളാണ് വേക്കൻസി. 509 OBC സീറ്റിൽ 177 സീറ്റുകളാണ് വേക്കൻസി. SC വിഭാഗത്തിൽ 283-ൽ 67-ഉം ST വിഭാഗത്തിൽ 141-ൽ 34 സീറ്റുകളും ഒഴിവുണ്ട്. അങ്ങനെ മൊത്തം 1987-ൽ 531 സീറ്റുകൾ റൗണ്ട് 2-ൽ ഫ്രീ ആണ്.
ജിപ്മർ പോണ്ടിച്ചേരിയിലെത്തിയപ്പോൾ 3 സീറ്റുകൾ മാത്രമേ ഓപ്പൺ വിഭാഗത്തിൽ വേക്കൻസി ഉള്ളൂ. കാരക്കലിൽ 13 സീറ്റുകൾ വേക്കൻസി ഉള്ളപ്പോൾ EWS വിഭാഗത്തിൽ ജിപ്മർ പോണ്ടിച്ചേരിയിൽ വേക്കൻസി ഇല്ല, കാരക്കലിൽ 5 സീറ്റും. OBC വിഭാഗത്തിലും പോണ്ടിച്ചേരിയിൽ വേക്കൻസി ഇല്ല, 13 സീറ്റ്, കാരക്കലിലാണ് വേക്കൻസി. SC വിഭാഗത്തിൽ പോണ്ടിച്ചേരിയിൽ 1 സീറ്റും കാരക്കലിൽ 7 സീറ്റും. ST വിഭാഗത്തിൽ 1 സീറ്റ് പോണ്ടിച്ചേരിയിലും ഒഴിവുണ്ട്, 2 സീറ്റ് കാരക്കലിലും ഒഴിവുണ്ട്. അങ്ങനെ മൊത്തം പോണ്ടിച്ചേരിയിൽ 5 സീറ്റ് ഒഴിവുള്ളപ്പോൾ കാരക്കലിൽ 40 സീറ്റുകൾ ഒഴിവുണ്ട്. ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ 7346 ഡീംഡ് MBBS സീറ്റുകൾ ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഗവൺമെൻറ് മേഖലയെക്കുറിച്ചാണ്, കാരണം ഫ്രീ എക്സിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഡീംഡ് കോളേജുകൾ വന്നപ്പോൾ ഫീസ് കുറഞ്ഞ കോളേജുകൾ റൗണ്ട് 1ൽ ഫില്ല് ചെയ്യപ്പെട്ടതുകൊണ്ട് സെക്കൻഡ് റൗണ്ടിൽ 2635 സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ. അതും താരതമ്യ ഫീസ് കൂടുതലുള്ള സീറ്റുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, 7346 2635 സീറ്റുകൾ മാത്രമേ ഡീംഡിൽ ഫ്രീ ഉള്ളൂ. ഫീസ് കുറഞ്ഞ താരതമ്യ ഫീസ് കുറഞ്ഞ കോളേജുകളിലാണ് നിങ്ങൾക്ക് ഡീംഡ് എടുക്കേണ്ടതെങ്കിൽ നിർബന്ധമായും റൗണ്ട് 2വിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സീറ്റുകൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡീംഡ് BDS കോളേജിൽ 2880 സീറ്റിൽ 1642 സീറ്റുകളും ഒഴിവുണ്ട് താനും. ESI IP കോട്ടയിൽ നമുക്ക് 11 ESI മെഡിക്കൽ കോളേജുകളിലാണ് IP വാർഡുകൾക്കായിട്ട് 35% സീറ്റുകൾ, 437 സീറ്റുകളാണ് 25,000 രൂപ ഫീസ് നിരക്കിൽ ഈ റൗണ്ട് 1ൽ ഉണ്ടായിരുന്നത്. എന്നാൽ ESI IP ഉപയോഗിച്ച് എല്ലാ കുട്ടികളും തന്നെ അഡ്മിഷൻ എടുത്തു. ഏതാണ്ട് ഓപ്പൺ വിഭാഗത്തിൽ 171ൽ ഇനി 18 സീറ്റുകൾ മാത്രമേ ഫ്രീ എക്സിറ്റ് ഉള്ളൂ, അതായത് അഡ്മിഷൻ എടുക്കാത്തതായിട്ടുള്ളൂ. EWS വിഭാഗത്തിൽ 1 സീറ്റ് മാത്രമേ ESI IP വാർഡിനായിട്ട് ഒഴിവുള്ളൂ. OBC വിഭാഗത്തിൽ 12 സീറ്റുകളും SC വിഭാഗത്തിൽ 6 സീറ്റുകളും ST വിഭാഗത്തിൽ എന്നാൽ 26 സീറ്റുകൾ ഒഴിവുണ്ട്. അങ്ങനെ മൊത്തം 437 സീറ്റിൽ 63 സീറ്റുകൾ ഒഴികെയുള്ളത് അഡ്മിഷൻ എടുത്തു. ഏതാണ്ട് 70,000 വരെയുള്ള ഓൾ ഇന്ത്യ റാങ്കിന് ESI IP വാർഡുകൾക്ക് 25,000 രൂപ MBBS ഫീസ് നിരക്കിൽ കിട്ടി. 25,000 രൂപ ഫീസ് നിരക്കിൽ MBBSന് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ IP വാർഡിന് അഡ്മിഷൻ കിട്ടി. അത് ആ റേഞ്ചിൽ മറ്റൊരു സ്റ്റേറ്റിലും ഗവൺമെൻറ് കിട്ടുകയില്ലായിരുന്നത് കൊണ്ട് മാക്സിമം കുട്ടികളും അഡ്മിഷൻ എടുത്തു. ഇനി 63 സീറ്റുകൾ മാത്രമേ ആ മേഖലയിൽ വേക്കൻസി ഉള്ളൂ. B.Sc Nursing ആദ്യമായി NEET 2021 ഓപ്ഷൻ രജിസ്ട്രേഷനിൽ വന്നപ്പോൾ 487 സീറ്റുകളാണ് ഒഴിവുണ്ടായിരുന്നത്. അതിൽ 283 സീറ്റുകളും ഇപ്പോഴും ഫ്രീ ആണ്. അതും ഏതാണ്ട് 80,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് B.Sc Nursing കിട്ടിയപ്പോൾ 283 സീറ്റുകൾ ഒഴിവുണ്ട്. ജനറൽ വിഭാഗത്തിൽ 123ഉം EWS വിഭാഗത്തിൽ 23ഉം OBC വിഭാഗത്തിൽ 72ഉം SC വിഭാഗത്തിൽ 46ഉം ST വിഭാഗത്തിൽ 19 സീറ്റുകളും ഉൾപ്പെടെ 487ൽ 283 സീറ്റുകളും B.Sc Nursingന് ഒഴിവുണ്ട്. റാങ്ക് 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ഉള്ള കുട്ടികൾക്ക് B.Sc Nursing താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഹോസ്പിറ്റലുകളിൽ ഫീസ് നിരക്ക് ഒട്ടും തന്നെ ഇല്ലാതെ തുച്ഛമായ ഫീസിൽ B.Sc Nursing പഠിക്കാനുള്ള അവസരം ഈ റൗണ്ട് 2വിൽ സംജാതമാകുന്നു. NEET 2021 ഈ റൗണ്ട് 2വിൽ നിങ്ങൾ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളതൊന്നും പരിഗണിക്കേണ്ടതില്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് മാക്സിമം കോളേജുകൾ ഓപ്ഷൻ കൊടുക്കുക. ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് നോക്കുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷമാണെങ്കിൽ അവിടെ സന്തോഷത്തോടെ പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യുക, അവിടെ ചേരാതിരിക്കുക. നിങ്ങൾക്ക് 3ാമത്തെ റൗണ്ടിൽ വീണ്ടും രജിസ്ട്രേഷൻ ഫീസ് അടച്ച് കയറാൻ സാധിക്കും. 1ാമത്തെ റൗണ്ടിലും 2ാമത്തെ റൗണ്ടിലും നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ 3ാമത്തെ റൗണ്ട് വീണ്ടും വേക്കൻസി സീറ്റ് ഫില്ല് ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും. NEET 2021 റൗണ്ട് 1ൽ വന്നിരിക്കുന്ന കോളേജ് വൈസ് ലാസ്റ്റ് റാങ്ക് ആണ് ഇത് ഈ വീഡിയോയുടെയും തൊട്ട് മുമ്പിലത്തെ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതായത് ഡൽഹിയിൽ 53 വരെ ഓപ്പൺ കോട്ടയിൽ, ഇതിപ്പോൾ ഓപ്പൺ കോട്ട മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജിൻ്റെ പ്രയോറിറ്റി ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്. നിങ്ങൾ ഏത് വിഭാഗമാണെങ്കിലും OBC ആകട്ടെ, EWS ആകട്ടെ, SC ആവട്ടെ, ST ആവട്ടെ, നിങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കോളേജ് റാങ്കിങ് ഏതാണ് കൂടുതൽ നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് ഈ ടേബിൾ ഉപകരിക്കും. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഓപ്പൺ കോട്ടയിൽ പോയിരിക്കുന്ന റാങ്ക് ഓർഡറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് റാങ്ക് ഓർഡറിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കോളേജുകളുണ്ട്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന, ബംഗാൾ എല്ലാ സ്റ്റേറ്റുകളിലും നിങ്ങൾക്ക് കോളേജുകൾ കൂടുതൽ ഓപ്ഷൻ വെക്കുവാൻ വേണ്ടി ഈ ടേബിൾ ഉപകരിക്കും. എങ്ങനെയാണ് 2021 റാങ്കിനനുസരിച്ച് റൗണ്ട് 1ൽ കോളേജുകൾ ഓപ്റ്റ് ചെയ്യപ്പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് നിങ്ങളുടെ റാങ്ക് 5000 ആണെങ്കിൽ ഏകദേശം ഇതിനകത്തൊരു 3000 മുതൽ
ഒരു 8000 വരെയുള്ള കോളേജുകൾ എടുക്കുന്നു. 8000 വരെയുള്ള കോളേജുകൾ എടുത്തിട്ട് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി അത് ഏത് സ്റ്റേറ്റിലാണെന്ന് നോക്കിയിട്ട് അവിടുത്തെ ഫീസ് സ്ട്രക്ചറും കൂടെ എഴുതി ചേർത്തുകൊണ്ട് നിങ്ങളുടെ ഓപ്ഷൻസിനകത്ത് ഉൾക്കൊള്ളിക്കാം. നിങ്ങളുടെ റാങ്ക് 10000 ആണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു 5000 മുതൽ അവസാനം പോയിരിക്കുന്ന 13000 വരെയുള്ളത് എടുത്തിട്ട് അതിൻ്റെ സ്റ്റേറ്റ് എഴുതി അതിൻ്റെ ഫീസ് എഴുതുക. നിങ്ങളുടെ ഓപ്ഷൻ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചോയ്സ് നേരത്തെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ലിസ്റ്റ് ഉപകരിക്കും. ഇത് റാങ്ക് ഓർഡറിൽ എല്ലാ കോളേജിലും ഏത് കോളേജ് നോക്കിയാലും ഏത് റാങ്ക് വരെ പോയിട്ടുണ്ടെന്നറിയാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലെയും പ്രയോറിറ്റി ഓർഡർ കണ്ടുപിടിച്ച് മാക്സിമം ഓപ്ഷൻ കൊടുക്കാൻ സഹായിക്കും. അതുപോലെ ഡീംഡ് മെഡിക്കൽ കോളേജുകൾ ഓപ്ഷൻ കൊടുക്കണം എന്നുള്ള കുട്ടികൾക്ക് ഡീംഡ് മാത്രം സെലക്ട് ചെയ്താൽ, കോട്ട എന്നുള്ളിടത്ത് ഡീംഡ് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോളേജുകളിലും പോയിരിക്കുന്ന റാങ്ക് ഓർഡർ ഇവിടെ നമുക്ക് ദൃശ്യമാകും. മണിപ്പാലിലും എനപ്പോയയിലും നിറ്റയിലും നമ്മുടെ അമൃതയിലും ഒക്കെ ഏത് റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഓരോ കോളേജുകളും അതിൻ്റെ ഫീസ് നിരക്കും കൂടെ എഴുതി ചേർത്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ഓപ്ഷനിൽ രണ്ടാമത്തെ റൗണ്ടിൽ മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇവിടെ നിങ്ങൾ കോട്ട എന്നുള്ളിടത്ത് ഡീംഡ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീംഡ് കോളേജുകൾ മാത്രം കിട്ടും. ഓൾ ഇന്ത്യ കോട്ട അനുസരിച്ച് MBBSും BDSും B.Sc Nursingും ഡീംഡ് കോളേജുകളും എല്ലാം ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സഹായകരമാകും. ഇത് ഈ വീഡിയോയുടെ താഴെയും ബ്രില്യൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് brilliantpala.orgയിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡീംഡ് മെഡിക്കൽ കോളേജുകളുടെയൊക്കെ ഫീസ് നിരക്കുകൾ അറിയണമെന്ന് നിങ്ങൾക്കറിയാം. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ലിങ്ക് വഴി ഓരോ കോളേജുകളുടെയും ഫീസ് നിരക്ക് നിങ്ങൾക്ക് കാണാം. ചോയ്സ് ഫില്ലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ചോയ്സ് ഫില്ലിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചോയ്സിന് നേരെ നിങ്ങളുടെ കർസർ കൊണ്ടുവന്നാൽ ആ കോളേജിലെ ഫീസ് നിങ്ങൾക്ക് ദൃശ്യമാകുകയും ചെയ്യും. അതനുസരിച്ച് ഈ റൗണ്ട് 2 നിങ്ങൾക്ക് ഓപ്ഷൻ ഫില്ല് ചെയ്യാം. റൗണ്ട് 2 ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.